ഹായ്. അപ്പോൾ ഇത് നമ്മുടെ ഹാനോയ് വിയറ്റ്നാം ട്രിപ്പിലെ അടുത്ത ദിവസമാണ്. ഇന്ന് നമ്മൾ മെയിനായിട്ട് പോകുന്നത് നിൻബിനിലോട്ടാണ്. നിൻബിൻ എന്ന് പറയുന്നത് ഹാനോയിലല്ല, നമ്മൾ ഹാനോയിൽ നിന്ന് 2 hours യാത്ര ചെയ്തിട്ട് വേണം നമുക്ക് നിൻബിൻ എത്താൻ. ഇത് സൗത്ത് ഓഫ് ഹാനോയ് ആണ്. സോ അതുകൊണ്ട് തന്നെ നിൻബിനിൽ പോയിട്ടുള്ള കാഴ്ചകൾ ഞാനൊരു ഡേ ടൂർ പാക്കേജ് ആയിട്ട് ക്ലൂക്കിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. സോ ഇന്നത്തെ മെയിൻ പ്ലേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബായ് പഗോഡ, ട്രങ്ങാൻ കോംപ്ലക്സ്, പിന്നെ മൂവാ കേവ്. പിന്നെ നമ്മൾ ബസ്സിൽ 2 hours യാത്ര ഉണ്ടല്ലോ. സോ ഇടയിൽ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ചെറിയൊരു ബ്രേക്ക് തരും നമുക്ക്. ഇനി ഇതാണ് ഫേമസ് ആയിട്ടുള്ള താൻ താങ് പാലസ്. ഇത് ഒരു സിമെന്റ് ഓണറിന്റെ പാലസ് ആണ്. വിയറ്റ്നാമില് സിമെന്റ് പ്രൊഡക്ഷനിൽ റിച്ച് ആയിട്ടുള്ള ഒരു ബിസിനസ്മാന്റെ പാലസ് ആണ് ഇത്. 28,000 സ്ക്വയർ മീറ്റേഴ്സ് ഉണ്ട് ഈ പാലസിന്. 6 floors ഉണ്ട്. പിന്നെ ഗോൾഡ് പ്ലേറ്റഡ് ഡെക്കറേഷൻസ് ആണ് ബോത്ത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്. ഓണേഴ്സ് തന്നെ അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. ഇത് പബ്ലിക്കിന് വിസിറ്റ് ചെയ്യാൻ അലൗഡ് അല്ല. അങ്ങനെ 2 hours ലോങ് ഡ്രൈവ് കഴിഞ്ഞിട്ട് നമ്മൾ ബായ്ദിൻ ടെമ്പിളിലേക്കാണ് വന്നിട്ടുള്ളത്. പക്ഷെ അവിടെ ബായ്ദിൻ പഗോഡ കാണാനാണ്. അപ്പോൾ അവിടേക്ക് പോകണമെങ്കിൽ നമ്മൾ ഇതുപോലെ ബഗ്ഗി എടുക്കണം. സോ ഇതിനകത്ത് കുറച്ചധികം പേര് കൊള്ളും. നമ്മുടെ കൂടെ വേറെ ആൾക്കാരും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കാറ്റൊക്കെ കൊണ്ട് അവസാനം എത്തി. ഇതാണ് ബായ്ദിൻ പഗോഡയുടെ എൻട്രൻസ് വരുന്നത്. സോ നമ്മളിവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ മെല്ലകത്തോട്ട് കയറി. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ബുദ്ധിസ്റ്റ് ടെമ്പിൾ കോംപ്ലക്സസ് ആണ് ഈ ബായ്ദിൻ പഗോഡ. ഇവിടെ 500ഓളം വരുന്ന അർഹത് സ്റ്റാച്യൂസ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും മോങ് സ്റ്റാച്യൂസ്. ഈ കാണുന്ന 500 അർഹത് സ്റ്റാച്യൂസ് എല്ലാം ബുദ്ധയുടെ എൻലൈറ്റൻഡ് ആയിട്ടുള്ള ശിഷ്യന്മാരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടുത്തെ ആൾക്കാർ ലോക്കൽസ് വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മോങ്സിന്റെ കയ്യിലോ കാലിലോ തൊട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഗുഡ് ലക്കും പീസും ബ്ലെസ്സിങ്സും ഒക്കെ കിട്ടുന്നതാണ്. Hi guys. We came to biggest pagoda in Vietnam. The second biggest in the world. ഈ ലോങ് കോറിഡോറിൽ കൂടെ നടക്കുമ്പോൾ ഈ സ്റ്റാച്യൂസ് റിഫ്ലക്ട് ചെയ്യണത് നമ്മുടെ ജേർണി ടുവേർഡ്സ് എൻലൈറ്റ്മെന്റ് ആൻഡ് ഇന്നർ പീസ്. അങ്ങനെയാണ് ഇവർ പറയുന്നത്. അതിൽ ഓരോന്നും തന്നെ വിസ്ഡം ആൻഡ് സ്പിരിച്വൽ അവേക്കനിങ് ആണ് സിംബലൈസ് ചെയ്യുന്നത്. ഇവിടെ ബുദ്ധയുടെ മാസീവ് ബ്രോൺസ് സ്റ്റാച്യു അടക്കം പല പല വലിയ വലിയ സ്റ്റാച്യൂസ് ഉണ്ട്. ഇവിടെ അവർ ഓഫറിങ്സ് എല്ലാം വെച്ചിട്ട് പ്രേ ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഈ ബായ്ദിൻ പഗോഡ കോംപ്ലക്സിൽ പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് 99 meter ടോൾ സ്റ്റൂപ്പയാണ്. പിന്നെ ഒരുപാട് വെയിലില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് ചെയ്തത്. ഇഷ്ടംപോലെ ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ ഞങ്ങൾ അവിടെ നിന്നിട്ട് ഇവിടെ ടൂർ ഗൈഡിൻ്റെ അടുത്ത് കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചോദിച്ചാൽ അവരതെല്ലാം പറഞ്ഞു തരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കാണാൻ പോയത് അവിടെ അടുത്തുള്ള ഒരു കുളമാണ്. ഭയങ്കരമായിട്ട് നമുക്ക് പീസ്ഫുള്ളൊക്കെ തോന്നുന്ന ഒരു സ്ഥലമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലം കാണാൻ വേണ്ടി നടന്നു. ഇത് ഈ കോമ്പൗണ്ടിനകത്ത് തന്നെയാണ്. ആക്ച്വലി ഈ ടെമ്പിൾ എന്ന് പറയുമ്പം ഇഷ്ടംപോലെ കാണാനുണ്ട്. സോ പിന്നെ ഞങ്ങൾ കാണാനെത്തിയത് 36 ton ബ്രോൺസ് ബെല്ലാണ്. അതിന് ഡായ് ഹോങ് ചുങ് എന്നും അറിയപ്പെടും. 5.5 meter ടോളായിട്ടുള്ള വിയറ്റ്നാമിലെ ലാർജസ്റ്റ് ബെല്ലാണിത്. ഇത് 44 tons ഓഫ് റെഡ് ബ്രോൺസ് ഉപയോഗിച്ച് 5 മാസം കൊണ്ട് ഉണ്ടാക്കിയ ബെല്ലാണിത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതുപോലെ കുറേ സോവനീഴ്സും ബാഗ്സും കുറേ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള കുറേ സാധനങ്ങളൊക്കെ കാണാം. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്കാണ് പോണത്. നമ്മൾ തിരിച്ചു പോണത് ഇങ്ങോട്ട് വന്ന അതേ വണ്ടിയിൽ തന്നെയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അഗെയിൻ ബസ്സിൽ ട്രാവൽ ചെയ്തിട്ടാണ് അടുത്ത സ്ഥലത്തേക്ക് പോണത്. അടുത്തത് നമ്മൾ പോണത് ട്രങ്ങാൻ കോംപ്ലക്സിലേക്കാണ്. ഇത് ഒരു ഫേമസ് നാച്ചുറൽ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് സൈറ്റ് ആണ്. ലൈഫ് ജാക്കറ്റ് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നത് പല ടൈപ്പിലുള്ള കേവ്സ് കാണാം. അതായത് ഗുഹകൾ, പിന്നെ ലേക്സ്, റിവർ, ഇതെല്ലാം നമുക്ക് ബോട്ടിൽ ഇരുന്നിട്ട് കാണാൻ പറ്റും. ഇത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് അറിയപ്പെടുന്നുണ്ട്. ഒരു സ്പിരിച്വൽ ആൻഡ് സീനിക് എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് കിട്ടുക. ബോട്ടിൽ നമ്മൾ തുഴഞ്ഞുകൊണ്ടാണ് പോണത്. മെയിനായിട്ട് അവർ തുഴയും, നമുക്കും കൂടെ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ഇത് ആക്ച്വലി 2 to 3 hours വരുന്നുണ്ട് ഇത് മൊത്തം. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇതുപോലെ ഗുഹകളിലേക്ക് കയറും. പിന്നെ ഇടയിലുള്ള അമ്പലങ്ങൾ കയറി കണ്ടിട്ട് ഇറങ്ങും. അങ്ങനെയാണ് ഇത് ടോട്ടൽ വരുന്നത്. നമ്മളിങ്ങനെ ബോട്ടിൽ പോകുമ്പോൾ ചുറ്റും കാണാൻ നല്ല ഭംഗിയാണ്. ഇതുപോലെ ഓൾറെഡി കുറേ ബോട്ടുകൾ ഇഷ്ടം പോലെ ഇങ്ങനെ ഉണ്ടാവും. അതും പിന്നെ പോരാത്തതിന് ഇങ്ങനെ കേവ്സ് നമുക്ക് കാണാം. ഇവിടെ കുറേ കേവ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 50 meter മുതൽ 300 meter നീളം വരുന്ന കേവ്സ് നമുക്ക് കാണാൻ പറ്റും. ഈ കേവ്സിൻ്റെ അകത്ത് ഇതുപോലെ ലൈറ്റൊക്കെ ഇട്ടിട്ട് കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഓൾസോ ഇത് അത്രയും
ഹൈറ്റ് കൂടുതലല്ല, ഹൈറ്റ് കുറവാണ്. അപ്പം നമുക്ക് അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ ഞങ്ങൾ കേവ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ തിരിച്ച് തുഴഞ്ഞു പോയത് ഒരു ടെമ്പിള് കാണാനാണ്. ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ നടന്ന് പോയി ടെമ്പിള് കാണും. ഈ ടെമ്പിളിൻ്റെ അകത്തും അതെ, നമുക്ക് ഇങ്ങനെ ഓഫറിങ്സ് വെച്ച് പ്രേ ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെയും തുഴഞ്ഞ് ഇനി നമ്മൾ ആക്ച്വലി പോണത് തിരിച്ചു പോവുകയാണ്. സോ നിങ്ങൾക്ക് ഞാനിതിൽ കാണിച്ചു തരാം. നമ്മുടെ ആ ബോട്ട് ആയിട്ട് പോയ റൂട്ട് ഇങ്ങനെയാണ് വരുന്നത്. നല്ല രസമാണ് കാണാൻ അറ്റം വരെ. പക്ഷെ ജസ്റ്റ് 2 to 3 hours നമ്മൾ അതിനകത്ത് ഇരിക്കണം, അതിനുള്ള ക്ഷമ വേണമെന്നുള്ളൂ. സോ അത്രയേ ഉള്ളൂ ഈ ബോട്ടിങ്. സോ അത് കഴിഞ്ഞ് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെയും അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ആക്ച്വലി അങ്ങനെ ഞങ്ങൾ പോകണ വഴിക്ക് കണ്ടതാണ് ഈ ലാൻറ്റേൺസ് ഒക്കെ ഇട്ടിട്ട് അവിടെ എന്തോ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ തിരിച്ചു പോയി. അങ്ങനെ അടുത്ത നമ്മുടെ ഒരു മെയിൻ ഡെസ്റ്റിനേഷൻ ആണ് മുവ കേവ് എന്ന് പറയുന്നത്. സോ ആക്ച്വലി മുവ കേവിൻ്റെ മുന്നിൽ നമ്മൾ നടന്നു പോണ വഴിയിൽ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കാണാം. നല്ല രസമുണ്ട് ആക്ച്വലി, ഗാർഡനിങ് ചെയ്ത് വെച്ചിരിക്കുന്നതും പിന്നെ അവർ സെറ്റപ്പ് ചെയ്തിരിക്കുന്നതൊക്കെ. പിന്നെ അവിടെ കുറേ ഇങ്ങനെ ലാൻറ്റേൺ എല്ലായിടത്തും കാണാനുണ്ട് ആക്ച്വലി. ദെൻ അവിടെ മെയിനായിട്ട് കാണുന്നത് ഈ ഒരു ലോട്ടസ് പോണ്ടാണ്. ബ്ലൂമിങ് സീസൺ വരുന്നത് ജൂൺ ജൂലൈ സമയത്താണ്. സോ അതുകൊണ്ട് തന്നെ അപ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ ഭംഗി കാണാൻ. സോ ഇനി നമുക്കുള്ളത് മുവ കേവ് ഹൈക്കിംഗ് ആണ്. ഇവിടെ മെയിൻ ആയിട്ടുള്ളത് ഹൈക്കിംഗ് ആണ്. സോ 500 to 600 സ്റ്റെപ്സ് മേലോട്ട്, അതായത് ടോപ്പ് ഓഫ് മുവ മൗണ്ടനിലോട്ട് ഹൈക്ക് ചെയ്തിട്ട് വേണം നമുക്ക് കയറാനായിട്ട്. ഹൈക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുത്തില്ല. സോ മേലെ നിന്നുള്ള ഫോട്ടോസാണ് ഈ കാണുന്നതെല്ലാം. ഇതായിരുന്നു ഞങ്ങളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. സോ ഇത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.